ഞാൻ ജെയ്സ് ജോസ്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്. പാത്രത്തിന്റെ വൈഫായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അത് ആക്ച്വലി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ടുവേർഡ്സ് ആൻഡ് ക്ലൈമാക്സിൽ. പക്ഷെ ദ റെസ്പോൺസ് ഐ ഗോട്ട് ഇറ്റ് വാസ് റിയലി ഇമ്മെൻസ് തന്നെ പറഞ്ഞു. എമ്പുരാൻ മൂവി ഇറങ്ങാൻ ഇനി 19 ദിവസം കൊണ്ടുണ്ട്. ദേ കിടക്കുന്ന പടത്തിന്റെ ഓരോ പ്രൊമോഷനും കാര്യങ്ങളായിട്ട് പോസ്റ്റർ. എനിക്ക് തോന്നുന്നു മലയാളം സിനിമയിൽ തന്നെ ആദ്യമായിട്ട് വരുന്നത് ലൂസിഫർ എന്ന് പറയുന്ന പടത്തിന്റെ തന്നെയായിരുന്നു. ഓരോ ക്യാരക്ടറിന്റെ എടുത്ത് കാണിക്കുകയുണ്ടായി. ഏറ്റവും അവസാനമാണെന്ന് തോന്നുന്നു നമ്മുടെ പൃഥ്വിരാജിന്റെയും ലാലേട്ടന്റെ ഒക്കെ കാണിക്കുകയൊക്കെ ചെയ്യുന്നത്. എമ്പുരാൻ അതായത് ലൂസിഫർ 2 അതിന്റെ ക്യാരക്ടർ പോസ്റ്റർ 18 ദിവസമുണ്ട്. അതായത് 36 ആൾക്കാരുടെ പോസ്റ്ററാണ് വരാൻ പോകുന്നത്. അപ്പൊ രാവിലെ 10 മണിക്ക് ഒരെണ്ണോടും വൈകിട്ട് 6 മണിക്കാണ് പോസ്റ്റർ ഇടുന്നത്. ഇപ്പൊ തന്നെ 120 ഫാൻ ഷോ ആണ് ബുക്കിംഗ് ആയിട്ടുള്ളത്. ഇനിയിപ്പോൾ എന്തൊക്കെ കിടക്കുന്നു, ഇനിയിപ്പോൾ 120 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് ദിവസമല്ലേ ആയുള്ളൂ. ഇനിയും കിടക്കുന്ന 49-48 ദിവസം കൊണ്ടുണ്ട്. അപ്പോൾ പിന്നെ നല്ല സ്ക്രീൻ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ അത് മാത്രമല്ല, ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടുണ്ട്. മോഹൻലാലിന്റെ ഒരു പടമുണ്ട് തുടരെ. ആ പടത്തിനെ കുറിച്ച് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. തുടരെയല്ല, തുടരും. അപ്പോൾ ആ പടത്തിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് സംസാരിക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ ക്യാരക്ടർ പോസ്റ്റർ വന്നിട്ടുണ്ട്. പോസ്റ്റർ അല്ല, വീഡിയോ ആണ് വന്നിട്ട്. ഒരു പോസ്റ്റർ വന്നിരിക്കുന്നത് ജെയ്സ് ജോസിന്റെയും ഒന്ന് ശിവതയുടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ജെയ്സ് ജോസിന്റെ വീഡിയോയിലോട്ട് പോയിട്ട് നമുക്ക് അടുത്ത ആളിലോട്ട് പോവാം. എന്തായാലും ഈ ഒരു ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, മോഹൻലാലിന്റെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ആണ് വന്നിരിക്കുന്നത്. റൈറ്റ് ഹാൻഡ് നമ്മുടെ ഷാജോളാണ്. അദ്ദേഹം ആ പടത്തിൽ തന്നെ പടമായിട്ടുണ്ട്. ഇനി അറിയാൻ പറ്റത്തില്ല ഇതിനകത്ത് വല്ലതും കയറി വരുന്നുണ്ടോ എന്നും പറയാൻ പറ്റത്തില്ല. കാരണം 36 ക്യാരക്ടർ ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പം അത് ഓരോ ദിവസം വന്ന് പോകുമ്പോൾ നമുക്ക് അറിയാൻ കഴിയും ഇന്ന ആൾ അതിനകത്തുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ അറിയാൻ കഴിയും. ഓക്കെ, എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് പോവാം. ജെയ്സ് ജോസിന്റെ പേര് സേവിയർ ആയിട്ടാണ് ഈ പടത്തിലെ കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അദ്ദേഹത്തിന്റെ വീഡിയോയിലോട്ട് പോകും. അതായത് 36ാമത്തെ ക്യാരക്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ 36, 35 അങ്ങനെ താഴോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് ആ വീഡിയോ കണ്ടിട്ട് വരാം. ഹായ്, നമസ്കാരം. ഞാൻ ജെയ്സ് ജോസ്. വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഇവിടെ ഞാൻ ഇരിക്കുന്നത്. കാരണം ലൂസിഫറിന് ശേഷം എമ്പുരാനിലും എനിക്ക് ആ സിനിമയുടെ ഒരു ഭാഗമാകാൻ പറ്റി. ഏകദേശം ഒരു 10-35 മൂവി അഭിനയിച്ചതിന് ശേഷമാണ് ഞാൻ ലൂസിഫറിൽ അഭിനയിക്കുന്നത്. പക്ഷേ ലൂസിഫറിലെ ആ ലാലേട്ടൻ്റെ കൂടെയുള്ള എൻട്രി, ഞാനും ഷാജോണും ലാലേട്ടൻ റൈറ്റും ലെഫ്റ്റുമായിട്ട് വരുമ്പോൾ അന്ന് അത് ട്രെയിലറിലും അല്ലെങ്കിൽ പോസ്റ്ററുകളിലും നിറഞ്ഞു വന്നതോടുകൂടി എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച പോലെ ജനങ്ങൾ തിരിച്ചറിയുന്ന ഒരു നടനായി ഞാൻ മാറിയത് ലൂസിഫറിലെ ആ ഒറ്റ വേഷത്തിലാണ്. അന്നോട്ട് ഇപ്പോൾ എമ്പുരാൻ്റെ ഒരു ചർച്ച വരുമ്പോൾ തൊട്ട് എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട്, എമ്പുരാനിലുണ്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്ന ചോദ്യമാണ് അത്. എൻ്റെ മനസ്സിലും അത് ദൈവമേ ഉണ്ടാവണേ എന്നുള്ളൊരു പ്രാർത്ഥന എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. മുരളി ഗോപിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു റൈറ്റർ എഴുതുന്ന കഥ ഇത്രയും നന്നായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കാൻ, വിഷ്വലി എത്തിക്കാൻ പറ്റുന്ന ഏറ്റവും കഴിവുള്ള ഡയറക്ടർമാരിൽ ഒരാളാണ് പൃഥ്വിരാജ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിന് ആ സിനിമയുടെ ഓരോ മൈന്യൂട്ട് കാര്യങ്ങളിലും അത്രയ്ക്കും ആളുടെ ഉള്ളിൽ ആ സിനിമയുണ്ടെന്ന് നമുക്ക് ഓരോ ഷോട്ട് എടുക്കുമ്പോഴും വളരെ കുറച്ച് സീനുകളിൽ എനിക്ക് അത് പടത്തിലെത്താൻ പറ്റിയിട്ടുള്ളെങ്കിലും എനിക്ക് ഷൂട്ടില്ലെങ്കിലും ഞാൻ വളരെ അത്ഭുതത്തോടെ അദ്ദേഹത്തിന്റെ ഡയറക്ഷൻ ഞാനിങ്ങനെ നോക്കി മാറിയിരുന്ന്, അവർക്ക് ആർക്കും ശല്യമില്ലാത്ത രീതിയിൽ മാറിയിരുന്ന് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. ഓരോ സീക്വൻസ് എടുക്കുന്നത് എനിക്ക് ഇങ്ങനെ ലാലേട്ടൻ്റെ ആ കാറ്, ലാലേട്ടൻ ലൂസിഫറിൽ ഉപയോഗിച്ച കാറ് വരുമ്പോൾ തന്നെ ഉള്ളിൽ ലാലേട്ടൻ വരുന്ന ആ ഫീല് നമുക്ക് കിട്ടും. ലാലേട്ടൻ മുഖം കാണുന്ന പോലെ, ലാലേട്ടൻ വരുന്ന പോലെ തോന്നുന്ന രീതിയിലായിരുന്നു അതിൻ്റെ ഒരു മൂവ്മെൻറ്റിന് വരെ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത്രയ്ക്കും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ സിനിമയുണ്ട്. എന്തായാലും ഇതൊരു നമ്മൾക്ക് എല്ലാവർക്കും നല്ല അതിശയിപ്പിക്കുന്ന അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ കണ്ടിറങ്ങാൻ പറ്റുന്ന ത്രില്ലടിപ്പിക്കുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാൻ എന്നുള്ളതിന് എനിക്ക് യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ കാത്തിരുന്ന എമ്പുരാൻ മാർച്ച് 27 തിയേറ്ററിലെത്തുന്നു. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഇതിന്റെ ക്യാരക്ടർ നമ്മൾ ലൂസിഫറിൽ കാണുന്നത് തന്നെയാണ്. വലിയൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് നടന്നു പോകുന്നു, അത്രമാത്രം. പിന്നെ പാസ്റ്റ് പറയുന്നുണ്ട്. ഈ പടത്തിലെ കൂടുതലും പാസ്റ്റ് ആണ് പറയുന്നത്. അതായത് എങ്ങനെ മോഹൻലാൽ ഇവിടെ നാട്ടിൽ വന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പം അതിനകത്ത് ഇദ്ദേഹത്തിനൊക്കെ നല്ല റോളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും കുറച്ച് സീനേ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു പടത്തിൽ തന്നെ, അതായത് മലയാളത്തിൽ തന്നെ ഇത്രയും ബഡ്ജറ്റിലാണ് ഒരു പടം വരുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമാണെന്ന് പറയുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പം നമ്മുടെ ക്യാരക്ടർ 35 നമ്മുടെ ശ്രീരേഖ. ഓക്കെ, ശിവത ശ്രീരേഖ കഥാപാത്രത്തിന്റെ നമുക്കൊന്ന് കണ്ടിട്ട് വരാം. ആ കഥാപാത്രത്തിനെ നിങ്ങൾക്ക് അറിയാലോ, ഇന്ദ്രിയത്തിന്റെ വൈഫായിട്ട് വരുന്ന അവരുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. എന്നാലും അതിനകത്ത് അവർക്ക് അത്യാവശ്യം നല്ല സീനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനകത്ത് മെയിനായിട്ട് അവർ ഈ പള്ളിയിലച്ഛനുമായിട്ടുള്ള കുറച്ച് സംഭാഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പടത്തിൽ. അവർക്ക് നല്ല റോളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. ഹലോ, ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശിവത.
ലൂസിഫർ എന്ന ചിത്രത്തിൽ ഗോവർദ്ധൻ, ഇന്ദ്രേട്ടൻ ചെയ്ത ഗോവർദ്ധൻ എന്ന കഥാപാത്രത്തിന്റെ വൈഫായിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പോൾ അത് ആക്ച്വലി കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ ടുവേർഡ്സ് എൻഡ് ക്ലൈമാക്സിൽ. പക്ഷെ ദ റെസ്പോൺസ് ഐ ഗോട്ട് ഇറ്റ് വാസ് റിയലി ഇമ്മെൻസ് തന്നെ പറയാം. എമ്പുരാൻ എന്ന ചിത്രത്തിനെ കുറിച്ച് ആദ്യമായിട്ടൊരു ടോക്ക് വന്നപ്പോൾ തന്നെ എന്നോട് എല്ലാവരും ചോദിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു, ശിവതയുണ്ടോ എന്നുള്ളത്. അപ്പം ഞാൻ പറയാണ്, എമ്പുരാനും ഞാനുണ്ട്. അതെന്താ ചെയ്തേക്കണേന്നുള്ളത് നിങ്ങൾക്ക് ചിത്രം കാണുമ്പോൾ മനസ്സിലാവും. ഇതിലെനിക്ക് ആക്ച്വലി വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു മറ്റൊരു ഭാഗ്യം എന്ന് പറയുന്നത് ഫാസിൽ സാറിന്റെ പടത്തിലൂടെയായിരുന്നു ഞാൻ മലയാള സിനിമയിലേക്ക് എൻട്രി ആയത്. അപ്പൊ ഈ ചിത്രത്തിൽ ഫാസിൽ സാറിന്റെ കൂടെയും സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നത്. പിന്നെ വർക്കിംഗ് വിത്ത് ഡയറക്ടർ രാജുവിനോട് വർക്ക് ചെയ്യുമ്പോൾ കുറച്ചേ വർക്ക് ചെയ്തിട്ടുള്ളൂ, എങ്കിൽ പോലും ഐ ഹാവ് ഓൾവേസ് അഡ്മയർഡ് ഹിം, സീയിങ് ഹിം ഓൺ സ്ക്രീൻ. അപ്പൊ ഇപ്പൊ നേരിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു കൂളായിട്ടുള്ള ഒരു ഡയറക്ടറായിട്ട്, എല്ലാം ക്ലിയർ കട്ട് ആയിട്ടുള്ളൊരു ക്ലിയർ വിഷൻ ഉള്ളൊരു ഡയറക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. സോ റിയലി ഹാപ്പി ദാറ്റ് ഐ എം എ പാർട്ട് ഓഫ് ദിസ്. ഇങ്ങനത്തെ ഒരു ഇത്രയും വലിയൊരു ഗംഭീരമായിട്ട് ഉള്ള ഒരു ചിത്രത്തിന്റെ രണ്ടാം ഭാഗത്തിന്റെ അതിലൊരു ചെറിയൊരു പാട്ട് പ്ലേ ചെയ്യുന്നു എന്നുള്ളതിൽ ഐ എം റിയലി ഹാപ്പി. നിങ്ങളെ പോലെ തന്നെ ഞാനും ഭയങ്കര ഈഗറാണ് എമ്പുരാന്റെ റിലീസിന് വേണ്ടിയിട്ട്. സോ March 27th എമ്പുരാൻ റിലീസ് ആവാണ്. ഡു വാച്ച് ഇറ്റ് ഇൻ തിയേറ്റേഴ്സ് നിയർ യു. സോ ലെറ്റ്സ് ക്യാച്ച് അപ്പ് ദേർ. ഫാസിൽ സാറിന്റെ കൂടെയുള്ള കുറച്ച് സീൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നത് മറ്റാരുമല്ല, നമ്മുടെ പള്ളിയിലച്ഛനുണ്ടല്ലോ അതിനകത്ത് ഒന്ന് കുമ്പസാരിച്ചിട്ട് പോകാനൊക്കെ പറയത്തില്ലേ. അപ്പോൾ അദ്ദേഹത്തിലൂടെയുള്ള നല്ല ക്യാരക്ടറും എന്താ പറയുക നല്ല അഭിനയ മുഹൂർത്തങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. എന്തായാലും മൂവി ഇറങ്ങട്ടെ, മൂവി ഇറങ്ങുമ്പോൾ നമുക്ക് നോക്കാം. ഇതൊക്കെ ഒരു ക്യാരക്ടർ പോസ്റ്ററാണ്, എന്തായാലും നല്ല രീതി പടത്തിന് പ്രൊമോഷൻ കൊടുക്കുന്നത്. എനിക്ക് വലിയ ബിഗ് ബോസ് പോലൊക്കെ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്, ഓരോരുത്തർക്കൊക്കെ നല്ല രീതി കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്തായാലും ഒരു കാര്യം എനിക്കറിയാം, ക്യാരക്ടർ 2 മണ്ണും ഈ പറയുന്ന പൃഥ്വിരാജ് മോഹൻലാലും ഒക്കെ ആവാനാ ചാൻസ്. പക്ഷെ ഇതിനകത്ത് പ്രധാനപ്പെട്ട ഒരുത്തനുണ്ട്, അത് ആരാണെന്നാണ്. പിന്നെ പ്രണവ് മോഹൻലാലിൻ്റെ പേരൊക്കെ പറയുന്നുണ്ട്, പഴയകാലം കാണിക്കുന്നതിനകത്ത് ചെറുപ്പത്തിൻ്റെ ഒക്കെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല നമ്മൾ എമ്പുരാൻ്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. അപ്പോൾ നാളെ നമുക്ക് ബാക്കിയായിട്ട് വരാം. പിന്നെ അതുപോലെ തന്നെ തുടരും എന്ന് പറയുന്ന മോഹൻലാലിൻ്റെ മൂവി ഹോട്ട്സ്റ്റാർ 20 കോടിക്ക് ഏറ്റെടുത്തെന്നാണ് പറയുന്നത്. അതൊരു നല്ലൊരു കാര്യം തന്നെയല്ലേ. ആ പടം അങ്ങനെ ആരും ഏറ്റെടുക്കാനില്ലായിരുന്നു എന്നുള്ള കുറേ പരാതികളും കുറേ ട്രോളും കാര്യങ്ങളൊക്കെ കാണാനിടയായിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടുണ്ട്. 20 CR സംഭവം ഉറപ്പിച്ചു. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ ലൂസിഫറിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളായിട്ട് എന്ത് കിട്ടിയാലും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് എന്നും വരുന്നതായിരിക്കും. ഇനിയുള്ള 45 ദിവസം നമ്മുടെ ലൂസിഫറിൻ്റെ സബ്ജക്റ്റും കാര്യങ്ങളായിട്ട് സംസാരിക്കാൻ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ എൻ്റെ റിയാക്ഷൻസ് വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം നമ്മൾ എല്ലാ ഡെയിലിയും ലൂസിഫറിൻ്റെ കാര്യങ്ങളെല്ലാം ഇവിടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ബൈ ഗൈസ്, ലവ് യു ഓൾ, ബൈ.